അതിനെയാണ് പേരാവൂരിൽ സണ്ണി ജോസഫ് വീണ്ടും ലീഡ് ചെയ്യുന്നു 3296. അവിടെ ശൈലജ വീണ്ടും പുറകോട്ട് പോയി. മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലെത്തിച്ചപ്പോൾ KK ശൈലജയ്ക്ക് അവിടെ പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പേരാവൂർ ഇപ്പോൾ നേടിയ ലീഡ് അദ്ദേഹം നിലനിർത്തി തന്നെ പോകാനാണ് സാധ്യത. കാരണം ആദ്യ റൗണ്ടുകൾ എണ്ണിയത് ഇടതുപക്ഷ പഞ്ചായത്തുകളാണ്. അതുകൊണ്ടാണ് അവിടെ KK ശൈലജയ്ക്ക് ഒരു ലീഡ് കാണിച്ചത്. പേരാവൂർ എന്നത് സണ്ണി ജോസഫിനെ സുരക്ഷിതരായി തന്നെ കരപറ്റിക്കാനാണ് സാധ്യത. 2021 ചരിത്ര വിജയം നേടിയ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാൽ കൂടിയായിരുന്ന KK ശൈലജ പരാജയം മടക്കുന്നു എന്നതാണ്. തൃശ്ശൂരിൽ 10178 രാജൻ പലന്റെ ഭൂരിപക്ഷം. കൈവിട്ടുപോയ മണ്ഡലം തൃശ്ശൂരിൽ 10,000-ലധികം മെജോറിറ്റിയിലൂടെ തിരിച്ചു പിടിക്കുന്നു എന്നതാണ് സൂചനകൾ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. തൊടുപുഴയിൽ UDF ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ലീഡ്. ബിജെപിയുടെ അവശേഷിക്കുന്ന സാധ്യത നിയമത്തേക്ക് മാത്രമായി ഒതുങ്ങുന്നു. അതാണ് ചിത്രം അല്ലേ? കാരണം മറ്റിടങ്ങളിലെ ചിത്രങ്ങളെല്ലാം മാറുന്നു. ഇനി അവശേഷിക്കുന്ന സാധ്യത നിയമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പിടിക്കാനാകുമോ എന്നതാണ്. ചിലരെങ്കിലും ഒരുപക്ഷെ കണക്കൂട്ടത്തെ എന്ത് സംഭവിക്കും പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അവർ പ്രതികരിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ പ്രധാന നേതാക്കൾ പ്രതികരിക്കട്ടെ. കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതികരണം അത് തന്നെയാവണം. ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, പാർട്ടി നേതാവ്, അതൊക്കെ ആ രീതിയിലുള്ള ആലോചനയായിരിക്കും നടന്നത്. ശരി, എന്തായാലും CPM കടുത്ത തിരിച്ചടി നേരിടുമ്പോൾ CPIക്ക് ചെറുതായെങ്കിലും ഒക്കെ ആശ്വസിക്കാമെന്ന് തോന്നുന്നു. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കും. KK രമ 7349. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തങ്കൽ മുന്നിൽ വന്നിരിക്കുന്നു. അവിടെ UDFന്റെ ലീഡ് പുറകോട്ട് പോയി. അത് 300 വോട്ടാണ്. മറ്റൊരു കണക്ക് GR അനിൽ 5313 വോട്ടിന് നെടുമങ്ങാട് മുന്നിൽ. അനിൽ അവിടെ ജയിക്കും. GR അനിൽ അവിടെ ജയിക്കും. BT ബൽറാം 2186. ക്ഷമിക്കണം, ടോണി ചമ്മണി 2649 വോട്ടിന് വൈപ്പിന്. പറവൂരിൽ VD സതീശന്റെ ലീഡ് 4000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പറവൂരിൽ VD സതീശൻ 4500 വോട്ടിന്. സൂരജ് രവി മുന്നിൽ, അത് അത്ഭുതപ്പെടുത്തുന്നു. ചാത്തന്നൂരിൽ സൂരജ് രവി മുന്നിൽ. തളിപ്പറമ്പിൽ 3-ാം റൗണ്ടിലും PK ശ്യാമള പിന്നിൽ. PK ശ്യാമള തളിപ്പറമ്പിൽ പിന്നിൽ. ചാണ്ടിയൂരിന്റെ ഭൂരിപക്ഷം 25,000 കടന്നു. തളിപ്പറമ്പിലെ ജനവിധി CPM-നെതിരാണെങ്കിൽ സംഘടനാ